അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തിബ്ബിൽ ഖുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ മർഹബ മർഹബ. പരിശുദ്ധമായ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 84 ആയത്ത് വരെ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി 85-ാമത്തെ ആയത്ത് മുതലാണ്. അതിന് മുന്നോടിയായിട്ട് പരിശുദ്ധമായ ഷഅബാൻ മാസമാണല്ലോ, പരിശുദ്ധമായ റമദാനിലേക്ക് കടക്കാൻ പോവുകയാണ്. ആയതുകൊണ്ട് തന്നെ കുറച്ച് സാരോ ഉപദേശം, ഇന്നത്തെ വീഡിയോ അതാണ്, സാരോ ഉപദേശം. പിന്നെ ഒന്ന് പറയാനുള്ളത്, ഈ തിബ്ബിൽ ഖുലൂബ് സഹായ സംഘം എന്താണ് അതിൻ്റെ പ്രവർത്തന രീതി എന്ന് പലരും ചോദിക്കാറുണ്ട്. പല പ്രാവശ്യം പറഞ്ഞതാണ്, എങ്കിലും ഒന്നുകൂടി ഞാൻ വിശദീകരിക്കുകയാണ്. ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ ആൾക്കാർക്ക്, അഥവാ ഹാർട്ട് അറ്റാക്ക് രോഗികൾക്ക്, വെറും സാധുക്കളായ ഒരു ഗതിയും പരഗതിയുമില്ലാത്ത ഹാർട്ട് അറ്റാക്ക് രോഗികൾക്ക് 2700 രൂപ മുതൽ 3600 രൂപ വരെ അവർക്ക് ഒരു മാസത്തെ മെഡിസിന് വേണം. അങ്ങനത്തെ 100 കണക്കിന് ഹാർട്ട് അറ്റാക്ക് രോഗികൾക്കാണ് ഞങ്ങളുടെ തിബ്ബിൽ ഖുലൂബ് സഹായ സംഘം എന്ന സ്ഥാപനത്തിൽ നിന്നും മെഡിസിൻ സപ്ലൈ ചെയ്യുന്നത്, തികച്ചും സൗജന്യമായിട്ട്. അവരിൽ നിന്ന് അപേക്ഷകളും അവരുടെ കാര്യങ്ങളും അവരെ അർഹരാണോ എന്നുള്ള പള്ളിയിലെയും അതുപോലെ വാർഡ് മെമ്പർമാരുടെയും കത്ത് മുഖേനയൊക്കെ നമ്മൾ പരിശോധിക്കുകയും നമ്മളും കൂടി അവരെ വീടുകളിൽ സന്ദർശിച്ച് അവർ യഥാവിധി ഇത് മേടിക്കാൻ അർഹരാണ് എന്നുള്ളവർക്കാണ് നമ്മൾ തികച്ചും സൗജന്യമായിട്ട് ഈ 3600 രൂപ വരെയുള്ള മെഡിസിൻ മാസം തോറും എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇനിയും ഒരുപാട് ആയിരക്കണക്കിന് അപേക്ഷകൾ കെട്ടിക്കിടക്കുക, 100 കണക്കിന് പേർക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ സ്പോൺസർമാരുണ്ട്, അതുപോലെ പിരിച്ച് ആൾക്കാരുടെ കൈകളിൽ നിന്ന് പിരിച്ച് പൈസ സ്വരൂപിച്ചു കൂട്ടി മെഡിസിൻ മേടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇതിനിടയിൽ തന്നെ ഒരുപാട് അപേക്ഷകൾ, ആയിരക്കണക്കിന് അപേക്ഷകൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു, കെട്ടിക്കിടക്കുന്നു. അപ്പോൾ കുറച്ചുകൂടെ അപേക്ഷകളിൽ തീർപ്പ് കൽപ്പിക്കാൻ കഴിയുമെങ്കിൽ അത് ഏറ്റവും ഒരു പുണ്യകർമ്മമായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാനൊരു സാമ്പത്തിക ഇതിന് വേണ്ടിയല്ല, നമ്മളെ ഈ രോഗികൾക്ക് ഒരു ആശ്വാസമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ഈ ഒരു വിഷയം ഞാൻ അവതരിപ്പിക്കുന്നത്. കാരണം ഈ വീഡിയോയിൽ ഞങ്ങളുടെ അക്കൗണ്ട്, തിബ്ബിൽ ഖുലൂബ് സഹായ സംഘത്തിൻ്റേതായ അക്കൗണ്ട് നമ്പരും അതിൻ്റെ ഗൂഗിൾ പേയും ഇൻഷാ അല്ലാഹ് കൊടുക്കുന്നതാണ്. കഴിയുന്നവർ എങ്ങനെയാണോ സഹായിക്കാൻ പറ്റുന്നത് അങ്ങനെ സഹായിക്കുക. 50 രൂപയാണെങ്കിലും 500 രൂപയാണെങ്കിലും 5000 രൂപയാണെങ്കിലും നിങ്ങൾക്കതിൻ്റേതായ പ്രതിഫലം ദുനിയാവിലും കിട്ടും, നാളെ ആഖിറത്തിലും കിട്ടും. പിന്നെ ആരെങ്കിലും സംഭാവന അയക്കുന്നു എങ്കിൽ, അള്ളാഹുവേ ഇതുപോലുള്ളതായ മാരകമായ രോഗങ്ങളൊന്നും എനിക്കോ എൻ്റെ കുടുംബത്തിനോ തരല്ലേ റബ്ബേ എന്ന് ദുആ ചെയ്ത് നിയ്യത്ത് ചെയ്തുകൊണ്ട് വേണം നമ്മളിത് സംഭാവന അയക്കാൻ. മാത്രവുമല്ല, ഇനി രോഗികളാണ് എങ്കിൽ, അള്ളാഹുവേ എൻ്റെ രോഗം അല്ലെങ്കിൽ ബാപ്പാടെ രോഗം അല്ലെങ്കിൽ മക്കളുടെ രോഗം, അതിൽ നീ പൂർണ്ണമായും ഷിഫാ നൽകണേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ നിയ്യത്ത് ചെയ്തുകൊണ്ട്, ഇല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും ആഗ്രഹം അത് നിയ്യത്ത് ചെയ്തുകൊണ്ട് നമ്മളുടെ ഈ സാധുക്കളായ രോഗികൾക്ക് മെഡിസിൻ വാങ്ങാൻ നിങ്ങളുടെ ഉപജീവനത്തിൽ നിന്ന് ഒരു വിഹിതം ഞങ്ങളുടെ ഈ അക്കൗണ്ടിലേക്ക് അയച്ചാൽ, അത് മാസം തോറും അയക്കാം, ദിവസം തോറും അയക്കാം. നിങ്ങളുടെ കച്ചവടത്തിൽ നിന്നും ഒരു ദിവസം ഒരു 50 രൂപ, അത് അങ്ങനെയും അയക്കാം. എങ്ങനെയാണോ നിങ്ങൾക്ക് ഈ സ്ഥാപനത്തെ ആശ്രയിച്ച് കഴിയുന്ന ഹാർട്ട് അറ്റാക്ക് രോഗികൾക്ക് വേണ്ടി സഹായിക്കാൻ പറ്റുമോ അത് പ്രകാരം നിങ്ങൾ സഹായിക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ദുആയും ആ രോഗികളുടെ ദുആയും ഉണ്ടാകും. കാരണം രോഗികളുടെ ദുആ അള്ളാഹു സ്വീകരിക്കുന്നതാണ്. പിന്നെ ഇൻഷാ അല്ലാഹ് ഞാൻ തഹജ്ജുദ് നമസ്കരിക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടി, ഇതിൽ സഹായിക്കുന്ന എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാറുണ്ട്.
ആ ദുആയിലും ഇൻഷാ അല്ലാഹ് നിങ്ങൾ പങ്കാളികളാകും. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ വിഷയം സാരോ ഉപദേശമാണ്. കുറേ ഉപദേശങ്ങളാണ്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉപദേശം, അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉപദേശം, അങ്ങനെ കുറേ ഉപദേശങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഈ ഉപദേശങ്ങളിൽ സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം, തള്ളേണ്ടവർക്ക് തള്ളാം, അനുകൂലിക്കേണ്ടവർക്ക് അനുകൂലിക്കാം, അനുകൂലിക്കാത്തവർക്ക് നിഷേധിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. കാരണം ഇത് ഖുർആനിൽ നിന്ന് എടുത്ത് എഴുതിയതല്ല, പല ഗ്രന്ഥങ്ങളിൽ നിന്നും ഞാൻ എടുത്ത് എഴുതിയതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ എത്ര ആധികാരികത ഉണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഇത് അറിവുള്ളത്, ഇത് കാര്യം ഹൈറായ ഉപദേശങ്ങളാണ്, അത് സ്വീകരിക്കാൻ പറ്റുന്നതാണ്. ഈ ഉപദേശങ്ങളിൽ കഴമ്പുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഒരു തർക്ക വിഷയം ഇതിൽ വേണ്ട എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. അപ്പോൾ നമ്മളുടെ വിഷയത്തിലേക്ക് കിടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ വ മൗലാനാ മുഹമ്മദിൻ സാഹിബി താജി വൽ മഅറാജി വൽ ബുറാഖി വൽ അലം ദാഫിഇൽ ബലായി വൽ വബായി വൽ ഖഹ്തി വൽ മറളി വൽ അലം. അല്ലാ എൻ്റെ വിളിക്ക് ജവാബ് തരേണം നീ അല്ലാ, 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 അല്ലാ. അല്ലാ എൻ്റെ വിളിക്ക് ജവാബ് തരേണം നീ അല്ലാ, നീ അല്ലാ, നീ അല്ലാ. അല്ലും പകലും നിന്നുടെ കാവൽ ഞങ്ങൾക്കേകല്ലാ, അല്ലാ, അല്ലാ, അല്ലാ. അല്ലും പകലും നിന്നുടെ കാവൽ ഞങ്ങൾക്കേകല്ലാ, ഞങ്ങൾക്കേകല്ലാ, ഞങ്ങൾക്കേകല്ലാ. ഈ ദുനിയാവിൽ നീയല്ലാതൊരു രക്ഷകനില്ലല്ലാ, അല്ലാ, 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 യാ അല്ലാ. ഈ ദുനിയാവിൽ നീയല്ലാതൊരു രക്ഷകനില്ലല്ലാ, അല്ലാ. ആഖിറം നാളിൽ രാജാവല്ലേ നീ സുബ്ഹാനല്ലാ, അല്ലാ, 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 യാ അല്ലാ. ആഖിറം നാളിൽ രാജാവല്ലേ നീ സുബ്ഹാനല്ലാ, നീ സുബ്ഹാനല്ലാ, നീ സുബ്ഹാനല്ലാ. അർഹമുർ-റഹീമായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങളെ എല്ലാ പേരെയും നീ സ്വീകരിക്കണേ റഹ്മാനേ. ഞങ്ങൾക്കെല്ലാവർക്കും ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. മാരകമായ രോഗങ്ങളിൽ നിന്നും നീ ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടകുടുംബാദികളെയും കാത്തു രക്ഷിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉപജീവനങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ. അല്ലാഹുവേ, തിബ്ബിൽ ഖുലൂബ് സഹായ സംഘത്തെ ആശ്രയിച്ച് കഴിയുന്ന ഹാർട്ട് അറ്റാക്ക് രോഗികൾക്ക് വേണ്ടി മെഡിസിനായും പൈസയായും മറ്റു സഹായങ്ങളായും ഒരുപാട് പേര് സഹായങ്ങൾ ചെയ്യുന്നവരുണ്ട് റബ്ബേ. അല്ലാഹുവേ, അവരെയെല്ലാം ദുനിയാവിലും ആഖിറത്തിലും വിജയിപ്പിക്കണേ അല്ലാ. ഒരിക്കലും അവരെ ആരെയും പരാജയപ്പെടുത്തല്ലേ റഹ്മാനേ. അവരുടെ ഉപജീവനങ്ങളിൽ നീ ബർക്കത്ത് ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. അവരുടെ കുടുംബജീവിതങ്ങളിൽ നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. അവരുടെ കുടുംബങ്ങളിൽ നിന്നാരെല്ലാം മരണപ്പെട്ട് ഖബറുകളിലാണോ അവർക്കൊക്കെയും മഗ്ഫിറത്തും മർഹമത്തും സലാമത്തും സ്വർഗവും കൊടുക്കണേ റഹ്മാനേ. ആമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ചാണാനിതാ വിറ്റ് തിന്നരുതേ, കോഴി അതാ കാഷ്ടം
ആട്ടിൻ കാഷ്ടം ഇവകളിതാ വിറ്റ് തിന്നരുതേ, ശറഇൽ ഹറാമാണേ വിധിയും പൊന്നേ. ചാണാൻ, ഉണക്കച്ചാണാൻ, പച്ചച്ചാണാൻ, കോഴിവളം, കോഴിക്കാഷ്ടമുണ്ടല്ലോ അതിൻ്റെ വളം, ആട്ടിൻ കാഷ്ടം, ആ വളം, ഇതൊന്നും നമ്മൾ പൈസയ്ക്ക് വിറ്റ് പോകാൻ പാടില്ല, പൈസയ്ക്ക് കൊടുക്കുകയേ ചെയ്യരുത്. അത് ശറഇൽ ശരീഅത്ത് നിയമം അനുസരിച്ച് അത് ഹറാമാണ് എന്നാണ്. വേണമെന്നുള്ളവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് വിൽക്കാം, അത് വേറെ പ്രശ്നം, ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞതാണ്. മനുഷ്യൻ ഇതാ കാഷ്ടം മൂത്രം തന്നെ വിൽക്കാൻ തുനിയുമോ അതുപോൽ തന്നെ, വിധിയും അതിൻ്റേതും ഇതുപോൽ തന്നെ, അതിനാലരുതേ നീ വിൽക്കരുതേ. മനുഷ്യന്റെ കാഷ്ടവും മൂത്രവും അതാരെങ്കിലും വിൽക്കുമോ എൻ്റെ പ്രിയമുള്ളവരെ? അതേ വിധി തന്നെയാണ് മൃഗങ്ങളുടെയും കാഷ്ടവും മൂത്രത്തിനും. രണ്ടും നജസ് തന്നെയാണ്. മനുഷ്യൻ്റേത് നജസ് തന്നെയാണ്, മൃഗങ്ങളുടേതും നജസ് തന്നെയാണ്. അത് വിൽക്കാനോ അതിൻ്റെ പൈസ വാങ്ങാനോ പാടില്ല കേട്ടോ, അത് ഹറാമാണ്. ഇനി അങ്ങനെ ആരെങ്കിലും ചെയ്തു പോയിട്ടുണ്ട് എങ്കിൽ ഉടനെ അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുകയും ഇനി ഒരിക്കലും ചാണകപ്പൊടിയോ ചാണകമോ ആട്ടിൻ കാഷ്ടമോ കോഴിക്കാഷ്ടമോ ഞാൻ വിൽക്കുകയില്ല എന്ന് തീർച്ചയായും നിശ്ചയം പ്രതിജ്ഞയെടുക്കണം. രണ്ടിനും ഒരേ വിധിയാണ്. മനുഷ്യൻ്റെ മൂത്രവും അതുപോലെ മലവും നമ്മൾ വിൽക്കാറില്ലല്ലോ, അത് നജസാണ്, അത് ശരിയായ പ്രവണതയല്ല, അത് തെറ്റായ കാര്യമാണ്, അത് ഹറാമാണ്. അതുപോലെ തന്നെയാണ് മൃഗങ്ങളുടെ കാര്യത്തിലും. ഇതൊരു ഉപദേശമാണ്. കൃഷിതാവശ്യം ആർക്കോ വന്നാൽ അവരും എടുത്തോട്ടെ വെറും വേറുതേ, നജസായിതെല്ലാം നീ അറിയേണ്ടതാ, അതിനാൽ പറഞ്ഞതാ ഞാനും തന്നെ. ഇനി കൃഷി ആവശ്യത്തിനെങ്ങാണം ആർക്കെങ്കിലും ചാണകപ്പൊടിയോ ആട്ടിൻ കാഷ്ടമോ അതല്ലെങ്കിൽ കോഴിക്കാഷ്ടമോ ആവശ്യമായി വന്നാൽ അവർക്കത് എടുത്ത് ഉപയോഗിക്കാം. പക്ഷേ നമ്മളത് പൈസയ്ക്ക് വിറ്റ് പോകരുത് കേട്ടോ, വേറെ എന്തെങ്കിലും പ്രതിഫലത്തിനായി അത് നമ്മൾ വിറ്റ് പോകരുത് കേട്ടോ, അത് നജസായ സാധനമാണ്. ആർക്കും ഇതാ വാക്യം പിൻപറ്റാമേ, ആർക്കും ഇതാ വാക്കും പിൻതള്ളാമേ. ആർക്ക് വേണമെങ്കിലും ഈ ഉപദേശം സ്വീകരിക്കാം, ആർക്ക് വേണമെങ്കിലും ഈ ഉപദേശം തള്ളിക്കളയാം, നിഷേധിക്കാം, ഒരു പ്രശ്നവുമില്ല. അനുസരിക്കുന്നവർക്ക് എന്നും നല്ലത് തന്നെയാണ്, നിഷേധിക്കുന്നവർക്കതൊരു കുറ്റം തന്നെയാണ്. പുല്ലും ഇതാ തോലും കാടുമെല്ലാം റബ്ബിൻ ഇതാ സൃഷ്ടി ആർക്ക് വേണ്ടി, ജാതി മൃഗങ്ങൾക്കും വേണ്ടിയാണേ, അതിനും ഇതാ വേണ്ടി മാത്രമാണേ. നമ്മുടെ സ്വന്തം പുരയിടങ്ങളിൽ, ഏക്കർ കണക്കിനുള്ള പുരയിടങ്ങളിൽ അതിലിതാ അല്ലാഹു സൃഷ്ടിക്കുന്ന കാടുകൾ, ചെറിയ ചെറിയ ചെടികൾ,
പുല്ലുകൾ ഇതെല്ലാം ആർക്കുള്ളതാണെന്നറിയുമോ? അവയൊക്കെയും മൃഗജാതികൾക്കുള്ളതാണ്. മൃഗങ്ങൾക്കുള്ളതാണ് പുല്ല്, തോലാടുകൾക്കുള്ളതാണ്. അപ്പോൾ എല്ലാം ഇതുപോലുള്ള സാധനങ്ങൾ മൃഗജാതികൾക്ക് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചതാണ്, അതിൻ്റെ ആഹാരമാണ്. വസ്തുവകകളും നിനക്കുള്ളതാ, അതിലേ ഇതാ പുല്ലും മൃഗങ്ങൾക്കാണേ. വസ്തുവെല്ലാം നിങ്ങൾക്കുള്ളത് തന്നെ, അല്ലെങ്കിൽ എനിക്കുള്ളത് തന്നെ. പക്ഷേ അതിൽ മുളച്ചു പൊന്തുന്നതായ പുല്ലുകൾ, കാടുകൾ, ഇവയെല്ലാം മൃഗങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് ഇവിടെ പറയുകയാണ്. നമ്മളാരും ഈ വിഷയമൊന്നും ഗൗനിക്കാറേ ഇല്ല. അതാണ് സത്യം. നിനക്കും ഇതായില്ല മൃഗങ്ങളുമേ, എന്നാൽ അവകാശി അയൽക്കാർക്കാ. നമ്മൾക്ക് ഏക്കർ കണക്കിന് പുരയിടമുണ്ട്, അതിലൊരുപാട് പുല്ലുകൾ മുളച്ചു നിൽപ്പുണ്ട്. നമുക്ക് പശുവില്ല എങ്കിൽ, നമുക്ക് ആടില്ല എങ്കിൽ, നമുക്ക് കോഴിയില്ല എങ്കിൽ, അടുത്തുള്ള അയൽക്കാരുണ്ടല്ലോ, അയൽക്കാർക്ക് പശുവുണ്ട്, അല്ലെങ്കിൽ ആടുണ്ട്, മൃഗജാതികളുണ്ട് എങ്കിൽ അവർക്ക് കൊടുക്കണമത്രേ. അവർക്ക് കൊടുക്കാതെ നീ അതിനെ പാഴാക്കി കളഞ്ഞാൽ താഴോട്ട് പറയുന്ന വരികളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അവർക്കും കൊടുക്കാതെ നശിപ്പിച്ചു നീ, പറയാം കണക്കാണേ പരലോകത്ത്. നിനക്ക് ഇതാ തോന്നും നിസാരമെന്ന്, എന്നാലിത് ഗൗരവം നിറഞ്ഞതാണേ. അവർക്കും കൊടുക്കാതെ നിനക്ക് പശുവേ ഇല്ല, അല്ലെങ്കിൽ വളർത്തു മൃഗങ്ങളില്ല, മൃഗജാതികളില്ലാത്ത നിന്റെ പുരയിടത്തിലെ പുല്ല് അയൽക്കാരന് മൃഗജാതികളുണ്ട് എങ്കിൽ അവർക്ക് അവകാശപ്പെട്ടതാണ്. അവർക്ക് കൊടുക്കാതെ നീ നിന്റെ താന്തോന്നിവാസം കാണിച്ച് ആ പുല്ലിനെ നീ കരിച്ചു കളഞ്ഞാൽ, ആ പുല്ലിന് നീ വിഷമടിച്ചു കഴിഞ്ഞാൽ, ആ കന്നുകാലികൾക്ക് കൊടുക്കാതെ നീ അതിനെ പാഴാക്കി കളഞ്ഞാൽ, നാളെ ആഖിറത്തിൽ ആ പുല്ലിൻ്റെ പേരിൽ നീ കണക്ക് പറയേണ്ടി വരും കേട്ടോ. നമ്മളെല്ലാവരും വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ്. നിസ്സാരമായി കാണുന്ന കാര്യങ്ങളാണ് നമ്മൾ, പക്ഷേ വലിയ ഗൗരവമേറിയതാണ് വിഷയം. ഇത് നിസ്സാരമല്ല കേട്ടോ. ആർക്കും ഇതാ വേണ്ടേൽ പിൻപറ്റാമേ, ആർക്കും ഇത് വേണേൽ നിഷേധിക്കാമേ. ആർക്ക് വേണമെങ്കിലും ഈ ഉപദേശം സ്വീകരിക്കാം, ആർക്ക് വേണമെങ്കിലും ഈ ഉപദേശം നിഷേധിക്കാം, ആർക്ക് വേണമെങ്കിലും ഈ ഉപദേശം തള്ളിക്കളയാം. പറഞ്ഞു ഇതാ ഞാനും എന്നറിവാലേ, പഠിച്ചു ഇതാ ഞാനും പറഞ്ഞതാണേ. ഞാൻ പഠിച്ചത് നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്ന് മാത്രം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മുറുകെ പിടിക്കാം, അതല്ലെങ്കിൽ വെറുതെ തള്ളിക്കളയാം. അടുത്ത ഉപദേശത്തിലേക്ക് പോവുകയാണ്. വസ്ത്രം ഇതാ വാങ്ങാൻ ധരിക്കാനുമേ, തിങ്കൾ ഇതാ വ്യാഴം വെള്ളിയാണേ. വസ്ത്രം ഇതാ വാങ്ങാൻ ധരിക്കുവാനും, തിങ്കൾ ഇതാ വ്യാഴം വെള്ളിയാണേ.
മറ്റു ദിവസങ്ങളിൽ നന്നല്ല നീ റിസ്ക് കുറയാനും തരമെന്നാണേ. നമ്മളൊരു പുതിയ വസ്ത്രം വാങ്ങുകയാണ്, അത് തിങ്കളാഴ്ച വാങ്ങുകയും തിങ്കളാഴ്ച തന്നെ അത് ഉപയോഗിക്കുകയും ചെയ്യുക. അതല്ലെങ്കിൽ തിങ്കളാഴ്ച മേടിച്ച് വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ഉപയോഗിക്കുക. തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും പുതിയതായ വസ്ത്രങ്ങൾ വാങ്ങുവാനും അത് ധരിക്കുവാനും നല്ല സുദിനങ്ങളാണ്. ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മൾ പുതുവസ്ത്രം മേടിക്കുകയോ അണിയുകയോ ചെയ്താൽ ദാരിദ്ര്യം ഉണ്ടാകുമത്രേ. നമ്മളുടെ റിസ്ക്, നമ്മളുടെ ആഹാരത്തിൽ വിശാലത കുറയുമത്രേ, പട്ടിണിയായി പോകുമത്രേ. ചിലപ്പോഴെങ്കിലും നമ്മൾ ദാരിദ്ര്യത്തിലേക്ക് അകപ്പെട്ടു പോകുമത്രേ. വസ്ത്രം പുതുതായാൽ കഴുകൽ നന്നാ, കഴുകാതിരുന്നാലോ കറാഹത്തെന്നാ. പുതിയ വസ്ത്രമാണെങ്കിൽ അതൊന്ന് കഴുകിയിട്ടേ ഉപയോഗിക്കാവൂ. അതിഞ്ഞി കഴുകാതെ പുതിയ വസ്ത്രമല്ലേ എന്ന് ധരിച്ചുകൊണ്ട് നമ്മൾ കഴുകാതെ നമ്മൾ ആ വസ്ത്രം ധരിക്കുകയാണ് എങ്കിൽ അത് ഒരു ചെറിയ കറാഹത്താണ്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു തെറ്റാണ്. കഴുകി ഉടുക്കല പുതുമാരനും അതുപോൽ മണവാട്ടി തരുണികളും. പുതിയ പളയ്ക്കും പുതിയ പെണ്ണിനും നമ്മൾ വസ്ത്രമെടുക്കുമ്പോൾ കാലേ കൂട്ടിയെടുക്കണം. അത് ഏതെങ്കിലും ഒരു തിങ്കളാഴ്ച എടുക്കണം. അത് എന്നിട്ടൊന്ന് ഇട്ട് നോക്കണം. ഇട്ടാൽ മതി, ബിസ്മി ചൊല്ലി ഒന്ന് ഇടണം. എന്നിട്ട് ഊരിയാൽ അത് ഇട്ട പ്രതിഫലമായി. എന്നിട്ട് ആ വസ്ത്രത്തെ നിങ്ങൾ കഴുകണം. എന്നിട്ടത് ക്ലിയറാക്കിയിട്ട് വേണം എൻ്റെ പുതുമണവാളാ, എൻ്റെ പുതുമണവാട്ടി നീ ഉപയോഗിക്കാൻ നിന്റെ കല്യാണത്തിൻ്റെ അന്ന്. അതല്ലാതെ നീ കടയിൽ പോയി പുതിയ വസ്ത്രം മേടിച്ചിട്ട് നിന്റെ കല്യാണത്തിൻ്റെ അന്ന് തന്നെ ഇതിട്ടാൽ, കഴുകാതെ ഇട്ടാൽ, അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ അല്ലാത്ത ദിവസങ്ങളിലാണ് നീ ഇട്ടാൽ നിനക്ക് ദാരിദ്ര്യമുണ്ടാകുമത്രേ. വേണമെങ്കിൽ വിശ്വസിക്കാം, വേണമെങ്കിൽ ഇത് നമുക്ക് അനുകൂലിക്കാം, ഇല്ല എങ്കിൽ ദൂരേക്ക് വലിച്ചെറിയാം. ഭക്ഷണം കഴിക്കാനും സമയമില്ലേ, വിശന്നാൽ കഴിക്കണം ശറഇൻ വിധിയാ. നമ്മളുടെ ആഹാര സാധനങ്ങളുണ്ടല്ലോ, അത് ഏത് സമയത്തും നമുക്ക് കഴിക്കാം. പരിശുദ്ധമായ റമളാന്റെ പകലൊഴിച്ചിട്ട് നമുക്ക് എപ്പോഴാണോ നമ്മളുടെ വയറ് അറിയിക്കുന്നത്, നമ്മളുടെ വിശപ്പ് അറിയുന്നത്, ആ വിശക്കുന്ന നേരത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാം. വിശക്കാതിരിക്കുമ്പോൾ നീ ഭക്ഷണം കഴിച്ചു പോകരുതെന്നാണ്. വിശക്കുമ്പോഴേ ഭക്ഷണം കഴിക്കാവൂ. അല്ലാതെ നമ്മൾ ധരിച്ചു പോകുന്നത് പോലെ രാവിലെ കാപ്പി, ഉച്ചയ്ക്ക് ഊണ്, വൈകിട്ട് നാസ്ത, ഇതൊന്നുമല്ല നമ്മളുടെ ഭക്ഷണക്രമം. ഒരു മനുഷ്യന് എപ്പോഴാണോ വിശപ്പ്, ചിലപ്പോൾ ഒരാൾക്ക് അസറിൻ്റെ സമയത്താകാം, ചിലപ്പോൾ ഒരാൾക്ക് മഗ്‌രിബിൻ്റെ സമയത്താകാം, ചിലർക്ക് ഇശാഇൻ്റെ സമയത്താകാം, ചിലർക്ക് തഹജ്ജുദിൻ്റെ സമയത്താകാം. ഏത് സമയത്താണോ ഒരു മനുഷ്യന് വിശപ്പുണ്ടാകുന്നത്, ആ വിശപ്പുണ്ടാകുന്ന സമയത്ത് നിനക്ക് ആഹാരം കഴിക്കാമത്രേ. വയറ് നിറച്ച് നീ കഴിക്കല്ലെന്ന, ഇടയിൽ ഇതാ വെള്ളം കുടിക്കല്ലെന്ന. വയറ് ഒരുപാട് നിറയത്തക്ക രീതിയിൽ നീ ഒരിക്കലും ഭക്ഷണം കഴിക്കരുത്. അതുപോലെ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ നീ ഒരിക്കലും വെള്ളം കുടിക്കരുത് കേട്ടോ.
അങ്ങനെ വെള്ളം കുടിക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? ആദ്യം കുടിക്കണം വെള്ളം തന്നെ, ഇല്ലേലവസാനം കുടിക്കാമെന്ന. ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പായി നമ്മൾ വെള്ളമാദ്യം കുടിക്കണം. അങ്ങനെ കുടിക്കുന്നവർക്ക് ആ ഭക്ഷണം കഴിച്ചു തീരുന്നവരെയും തൊണ്ടയിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. ആദ്യം വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമ്മളെ തൊണ്ടയിൽ കുടുങ്ങുന്നതും ഇടയ്ക്ക് നമുക്ക് വെള്ളം കുടിക്കേണ്ടി വരുന്നതും. ഇനി അങ്ങനെയൊന്നുമല്ല എങ്കിലും അവസാനം നിങ്ങൾക്ക് വെള്ളം കുടിക്കാം. പക്ഷേ ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങൾ വെള്ളം കുടിച്ചു പോകരുതേ. ഇടയ്ക്ക് കുടിച്ചാല ദോഷമെന്ന, ഉദരം ദഹനത്താൽ വിഷമിക്കുമേ. അങ്ങനെ ഭക്ഷണവും ഇടയ്ക്ക് വെള്ളവും ഇടകലർത്തി കഴിക്കുന്നവർക്ക് അത് ദഹിച്ചു പോകാൻ ഒരുപാട് സമയമെടുക്കുമത്രേ. ദഹനക്കേട് ഉണ്ടാകുമെന്ന് ഇതാ പറയുകയാണ്. വേണ്ടുന്നവർക്ക് ഇത് ഉൾക്കൊള്ളാം, അല്ലാത്തവർക്ക് ഇത് നിഷേധിച്ച് കളയാം. ഭക്ഷണം കഴിക്കുമ്പോൾ പഴവർഗങ്ങൾ കഴിക്കാനിതാ പഴങ്ങൾ പാടില്ലാന്നേ. കഴിക്കാമിതാ മുന്നിൽ ശേഷം തന്നെ, അല്ലാതിരുന്നാലോ ദോഷം തന്നെ. നമ്മളെ ആഹാരം കഴിച്ചതിന് ശേഷം ഒരു പഴം കഴിക്കാം. ചിലർ കഴിക്കാറുണ്ട്, പക്ഷെ അങ്ങനെ കഴിക്കാൻ പാടില്ല. ആഹാരത്തിന് തൊട്ടു മുമ്പും പഴം കഴിക്കാൻ പാടില്ല. ശരിക്കു പറഞ്ഞാൽ നമ്മൾ പുട്ട് കഴിക്കുമ്പോൾ ചിലർ പുട്ടോട് കൂടി തന്നെ പഴം കഴിക്കാറുണ്ട്. അങ്ങനെ കഴിക്കാൻ പാടില്ല. പുട്ട് തിന്നുന്നതിന് തൊട്ടു മുമ്പായി പഴം കഴിക്കാൻ പാടില്ല, ശേഷവും പഴം കഴിക്കാൻ പാടില്ല. ചിലർ ഭക്ഷണങ്ങളൊക്കെ വാരി അങ്ങോട്ട് തിന്നതിന് ശേഷം ഒരു ചെറിയ പഴമെടുത്ത് കഴിക്കാറുണ്ട്. അതും ഇവിടെ പാടില്ല. വേണമെങ്കിൽ തള്ളാം, വേണമെങ്കിൽ അനുകൂലിക്കാം, വേണമെങ്കിൽ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ നിഷേധിച്ച് കളയാം. അപ്പൊ നമ്മൾ പഴങ്ങൾ കഴിക്കുമ്പോൾ അതിനൊരു സമയം വേണം. നമ്മൾ പഴങ്ങൾ കഴിക്കുമ്പോൾ ആ പഴങ്ങൾ കഴിക്കുന്ന സമയത്ത് പഴങ്ങൾ മാത്രമേ ഞാനും നിങ്ങളും കഴിക്കാവൂ, അതിൻ്റെ കൂടെ ഭക്ഷണം ചേർക്കരുത് എന്നാണ് ഇവിടെ പറഞ്ഞത്. ഭക്ഷണം കഴിച്ച ഉടനെ നിങ്ങൾ പഴം കഴിക്കരുത്. ഭക്ഷണം കഴിച്ച് ഏതാനും മണിക്കൂർ, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷമേ നിങ്ങൾ പഴവർഗ്ഗങ്ങൾ കഴിക്കാവൂ. ആർക്കും ഇതാ വേണേൽ പിൻപറ്റാമേ, ആർക്കും ഇത് വേണേൽ നിഷേധിക്കാമേ. നഖവും മുറിക്കാമേ വ്യാഴം ളുഹർ, കഴിഞ്ഞാലിതാ വെള്ളി ജുമുഅ വരെ. അരുതേ ഒരിക്കലും മുറിക്കരുതേ, ബുധനും ദിവസത്തിൽ ചൊറിയും വരുമേ. ബാക്കി ദിവസങ്ങളിൽ കുഴപ്പമില്ല, കൂലി അതായില്ല ഇല്ല തന്നെ. അതുപോലെ നഖം മുറിക്കുമ്പോൾ വ്യാഴാഴ്ച ളുഹർ നമസ്കാരം കഴിഞ്ഞ് നിനക്ക് നഖം മുറിക്കാം. അത് എവിടം വരെ നീളും ആ സമയം. വെള്ളിയാഴ്ച ജുമുഅക്ക് തൊട്ടു മുന്നായി ആ സമയം ഇതാ നിൽക്കുകയാണ്. അങ്ങനെ നഖം മുറിക്കുന്നവർക്ക് അത് സുന്നത്തിൻ്റെ പ്രതിഫലം കിട്ടുമത്രേ. ഒരു കാരണവശാലും ബുധനാഴ്ച ദിവസം നമ്മളാരും നഖം വെട്ടരുത്. അങ്ങനെ നഖം വെട്ടിയാൽ
വറട്ട് ചൊറിയുണ്ടാകുമത്രേ. വറട്ട് ചൊറിയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് തേമലാകാം, അതല്ലെങ്കിൽ ചൊറിയാകാം, അതല്ലെങ്കിൽ ചുണങ്ങാകാം. അങ്ങനെയുള്ള ചൊറിയുള്ള ഏതെങ്കിലും ഒരു രോഗമാകാം, വറട്ട് രോഗമുണ്ടാകാം ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ബുധനാഴ്ച ദിവസം ഒരു കാരണവശാലും നിങ്ങൾ നഖം മുറിച്ചു പോകരുത്. ബാക്കി എല്ലാ ദിവസവും നഖം മുറിക്കാം, പക്ഷേ സുന്നത്ത് കിട്ടുകയില്ല. സുന്നത്ത് കിട്ടണമെങ്കിൽ വ്യാഴാഴ്ച ളുഹർ നമസ്കാരം കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച ജുമഅയ്ക്ക് മുന്നേ നിസ്കരിച്ചാൽ അല്ല നഖം മുറിച്ചാൽ മാത്രമേ കൂലി കിട്ടുകയുള്ളൂ. ചിലര് ധരിച്ചു പോകും വ്യാഴാഴ്ച ദിവസം ഫുള്ള് കൂലി കിട്ടുമെന്ന്. ഇല്ല എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, വ്യാഴാഴ്ച ളുഹറിന്റെ സമയം കഴിയണം. വേണമെങ്കിൽ തള്ളാം, വേണ്ടെങ്കിൽ നമുക്കിത് തള്ളിക്കളയാം, വേണമെങ്കിൽ ഇത് നമുക്ക് സ്വീകരിക്കാം. ഉളവും ഇതാബാത്ത് റൂമിൽ വെച്ച് എടുക്കൽ ശരിയല്ല, വരും ദാരിദ്ര്യം. എടുക്കാൻ ഇതാ വേറെ വഴിയില്ലെങ്കിൽ പൊറുക്കാൻ പറയണം ഇതാ റബ്ബോട്. നമ്മൾ കുളിക്കുന്നതായ ബാത്റൂം അല്ലെങ്കിൽ ഒന്നിനും രണ്ടിനും പോകുന്നതായ ബാത്റൂമുകളിൽ വെച്ച് നമ്മൾ ഒരിക്കലും വുളൂ ചെയ്യരുത് കേട്ടോ. ഇനി വേറെ സൗകര്യം നമുക്കില്ല എങ്കിൽ അള്ളാഹുവിനോട് വുളൂ എടുത്തതിന് ശേഷം ഉടനെ തന്നെ പൊറുക്കലിനെ ചോദിക്കണം. കാരണം ദാരിദ്ര്യം വരുമത്രേ. ബാത്റൂമിൽ വെച്ചോ കക്കൂസിൽ വെച്ചോ ഒക്കെ ചിലര് വുളൂ എടുത്ത് നിസ്കരിക്കാറുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, അത് പാടില്ല. ഇനി ബാത്റൂമിലെ നമുക്ക് വുളൂ എടുക്കാൻ നിർവാഹമുള്ളൂ എങ്കിൽ അതിൽ നിന്ന് കുറച്ച് വെള്ളം പിടിച്ച് ദൂരേക്ക് മാറിയിരുന്ന് നമ്മൾ ദുആ ചെയ്യണം. അതല്ലെങ്കിൽ വേറെ പൈപ്പുകളിൽ നിന്നും നമ്മൾ വെള്ളം പിടിച്ച് വേറെ എവിടെയെങ്കിലും ഇരുന്ന് വുളൂ ചെയ്തുകൊണ്ട് നമ്മൾ നമസ്കാരത്തിലേക്ക് കടക്കണം കേട്ടോ. ബാത്റൂമിൽ വെച്ച് ഒരു കാരണവശാലും നമ്മൾ വുളൂ ചെയ്യാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും വുളൂ ചെയ്താൽ അവർക്ക് ദാരിദ്ര്യം ഉത്ഭവിക്കുമെന്ന് തന്നെ പറയുകയാണ്. വലിയ ദാരിദ്ര്യമുണ്ടാകും. അള്ളാഹു നമ്മെ എല്ലാവരെയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അള്ളാഹുവേ നീ ഒരിക്കലും ദാരിദ്ര്യം തരല്ലേ റഹ്മാനേ. ഇനി അഥവാ അങ്ങനെ എടുത്താൽ നമ്മൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണമെന്നാണ്. ഇടല്ലേ മൈലാഞ്ചി ഇന്നുള്ളത്, അതിലും കെമിക്കലുകൾ ചേരുന്നുണ്ടേ. ഇതിനെ ഇതായിട്ടാൽ ഉളുവിൻ വെള്ളം ചേരാൻ തടസ്സമാ ഉളുവിൻ തടിയിൽ. ഇന്നിതാ ഭദ്രമായി അടച്ചുപൂട്ടി വരുന്ന മൈലാഞ്ചി എൻ്റെ പ്രിയ സഹോദരിമാരെ നിങ്ങളോട് പറയുകയാണ്. ആ മൈലാഞ്ചി മേടിച്ച് നമ്മളുടെ കൈകളിലോ കാലുകളിലോ ഇടാൻ പാടില്ല. ആ മൈലാഞ്ചിയിൽ കെമിക്കലുകൾ ചേരാം. ആ മൈലാഞ്ചി യഥാർത്ഥ മൈലാഞ്ചിയല്ല. അങ്ങനെ നമ്മളുടെ കൈകളിൽ ആ മൈലാഞ്ചി ഇട്ടാൽ അല്ലെങ്കിൽ കാലുകളിൽ മൈലാഞ്ചി ഇട്ടാൽ അത് നമ്മൾ പിന്നീട് വുളൂ ചെയ്യുമ്പോൾ ആ മൈലാഞ്ചിയുടെ അടയാളം മാറുന്നത് വരെയും ആ വുളൂ ശരിയാവുകയില്ല. വെള്ളം തടയുന്ന വസ്തുക്കൾ ആ വുളുവിൻ്റെ അംഗങ്ങളിൽ ഉണ്ടായാൽ വുളൂ ശരിയാവുകയില്ലല്ലോ. അതുകൊണ്ട് ഇന്നത്തെ പെട്ടികളിൽ വരുന്ന മൈലാഞ്ചി നമ്മൾ ഉപേക്ഷിക്കണം കേട്ടോ. ആ മൈലാഞ്ചി നമ്മൾ ആരും ഇടരുത് കേട്ടോ. മരമേ മൈലാഞ്ചി അതിൽ നിന്നുമേ പറിക്കേ ഇതാ മൂറ്റിയ ഇലയും തന്നെ.
അരക്കേ ഇതാ സന്ധ്യ സമയം തന്നെ, ഇടനേ സുബഹിക്ക് ശേഷം തന്നെ. എന്താണ് പറഞ്ഞത്? നമ്മളുടെ മൈലാഞ്ചി മരങ്ങളിൽ നിന്ന് ഏറ്റവും മുറ്റിയ ഇലകൾ നമ്മൾ പറിച്ചെടുക്കണമത്രേ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മൈലാഞ്ചി ഇടുന്ന എൻ്റെ പൊന്ന് സഹോദരിമാരെ, ഈ വരവ് മൈലാഞ്ചി മേടിച്ച് ഇടരുത്. അത് വധുവിൻ്റെ വെള്ളം ചേരുകയില്ല. പിന്നെ നമുക്ക് മൈലാഞ്ചി ഇടണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നമ്മൾ മൈലാഞ്ചി ചെടിയുടെ മുറ്റിയ ഇലയെടുക്കണം. അത് സന്ധ്യാനേരത്തത് നമ്മൾ അരയ്ക്കണം. അമ്മിയിലിട്ട് അരയ്ക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇട്ട് ഇടിച്ച് ചതച്ചരയ്ക്കണം. അതും സന്ധ്യാസമയത്തായിരിക്കണം. മഗ്‌രിബ് കഴിഞ്ഞാലും കുഴപ്പമില്ല, തൊട്ട് ഇശാക്ക് മുമ്പായിട്ടോ അതല്ലെങ്കിൽ അസർ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടായിട്ടോ ആ സമയത്ത് നമ്മൾ മൈലാഞ്ചി അരച്ച് വെക്കണം. പിന്നെ ഇടേണ്ടത് എപ്പോഴാണ്? സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ മൈലാഞ്ചി അരച്ച് വെച്ചിരിക്കുന്ന മൈലാഞ്ചി ഇടുകയും വേണം. വേണമെന്നവർക്ക് ഈ ഉപദേശം സ്വീകരിക്കാം, അല്ലാത്തവർക്കിത് തള്ളിക്കളയാം. കാണാം നിനക്കായി അതിൻ്റെ ഭംഗി, നിനക്കും അതിശയം കൂറും തന്നെ. അങ്ങനെ നിന്റെ കയ്യിൽ എൻ്റെ പ്രിയ സഹോദരി നീ മൈലാഞ്ചി ഒന്ന് ഇട്ട് നോക്ക്. വേറെ ഒരു കെമിക്കലും അതിൽ ചേർക്കണ്ട. ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് മൈലാഞ്ചി ഇട്ട് നോക്ക്. അതിൻ്റെ ഗ്ലാമർ വേറെ തന്നെയാണ്, അതിൻ്റെ ഒരു പോരിശ വേറെ തന്നെയാണ്. ഞാനും പറഞ്ഞത് അല്ല പൊന്നേ, സുലൈമാൻ നബി തന്നെ പറഞ്ഞതാണേ. രാജ്ഞീതാ ബൽക്കീസ് രാജ്ഞിയോട് പറഞ്ഞ ഇതാ കാര്യം തന്നെയാണേ. ഞാൻ പറഞ്ഞതല്ല എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ, ഇതാര് പറഞ്ഞതാണെന്ന് നോക്കണം. സുലൈമാൻ നബി അലൈഹിസ്സലാം രാജ്ഞിയായ ബൽക്കീസ് രാജ്ഞിയോട് പറഞ്ഞ കാര്യമാണത്രേ. മൈലാഞ്ചി മരത്തിൽ നിന്നും മുറ്റിയ ഇലകൾ പറിക്കണമെന്നും അത് സന്ധ്യാസമയത്ത് അത് അരച്ചു വെക്കണമെന്നും സുബഹിയുടെ ശേഷം സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ കൈകാലുകളിൽ അതിൽ ഇടണമെന്നും, എന്നാൽ അതിൻ്റെ സൗന്ദര്യം കണ്ടുകൊണ്ട് അതിൻ്റെ പോരിശ കണ്ടുകൊണ്ട് ആ ഇടുന്നവർ തന്നെ ഞെട്ടിപ്പോകുമെന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം ബൽക്കീസ് രാജ്ഞിക്ക് പറഞ്ഞു കൊടുത്തുവത്രേ. വേണമെങ്കിൽ തള്ളാം, വേണമെങ്കിൽ സ്വീകരിക്കാം. അതിനാലിനി മുതൽ ഇത് പോലെയും ചെയ്യേ സഹോദരി പെങ്ങന്മാരെ. ഭർത്താവിതടുത്ത് ഉള്ളവർക്കാ ഇതിനേം അവർക്കാണ് സുന്നത്തുമേ. എല്ലാവർക്കും മൈലാഞ്ചി ഇടൽ സുന്നത്തില്ല. ഭർത്താവ് അടുത്ത് ഉണ്ടോ ആ സഹോദരിമാർക്ക് മാത്രമാണ് സുന്നത്തുള്ളത്, അല്ലാതെ എല്ലാവർക്കും മൈലാഞ്ചി ഇടൽ സുന്നത്തില്ല. അല്ലാതിടുന്നോർക്ക് സുന്നത്തില്ല, കാണാൻ രസത്തിനായി ഇടാമെന്നാണേ. ഭർത്താവ് അടുത്തുള്ളതായ സഹോദരിമാർക്ക് മാത്രമേ മൈലാഞ്ചി ഇടൽ സുന്നത്തുള്ളൂ. അല്ലാത്തവർക്ക് കാണാൻ ഒരു രസമാണെന്ന രീതിയിൽ ഇടാമെന്ന് മാത്രം സുന്നത്ത് കിട്ടുകയില്ല. കാര്യം മനസ്സിലാക്കണം കേട്ടോ. കാണൽ ഹറാമായ പുരുഷന്മാരെ കാണാനൊരിക്കലും തയ്യാറാകല്ലേ. മൈലാഞ്ചി ഇട്ടിട്ട് ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെയൊക്കെ നമ്മളുടെ കൈകാലുകൾ അന്യപുരുഷന്മാരെ
നമ്മൾ കാണിക്കല്ലേ സഹോദരീ, അത് തനിച്ച ഹറാമാണ്. ഇനിയും പറയാനായി ഒരു പാടുണ്ടേ, പറയാം ഇതാ പിന്നെ ഇൻഷാ അല്ലാഹ്. ഇതുപോലെ ഒരുപാട് ഉപദേശങ്ങൾ പറയാനുണ്ട്. ഈ ഇടയ്ക്കിടയ്ക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അല്ലാ ഇതാ അല്ലാ അല്ലാ അല്ലാ, കാര്യം ഗ്രഹിക്കുവാൻ തുണയേകല്ലാ. പാപം പൊറുക്കേണേ ഇരുവീട്ടിലും, നരകം ഹറാമാക്ക് സ്വർഗം തായേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا رب ارحمهما كما ربياني صغيرا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين إذا آمين 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 يا ذا الجلال يا رفيق الله رفيق الله رفيق الله. ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 85-ാമത്തെ ആയത്ത് നാളെ കേൾക്കാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. നമ്മളുടെ ഹാർട്ട് അറ്റാക്ക് രോഗികളെ എല്ലാവരും സഹായിക്കണം. അള്ളാഹു നിങ്ങളെയും സഹായിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.